നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി ആൻഡ് സ്ട്രിങ് ഇൻ പൈത്തൺ ഇൻ ടേംസ് ഓഫ് മ്യൂട്ടബിലിറ്റി, യൂസേജ് ആൻഡ് മെത്തേഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പൈത്തണിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിസ്റ്റ് എന്താ, ടപ്പിൾ എന്താ, സ്ട്രിങ് എന്താ, ഡിക്ഷണറി എന്താ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോമൺലി യൂസ്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. എന്താണ് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മ്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിൾ ആണോ, അതിൻ്റെ യൂസേജ് എന്താ, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്താ എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഓർഡേർഡ് കളക്ഷനാണ്. ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് ഓഫ് ദ ഐറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ യൂസിങ് ഇറ്റ്സ് പൊസിഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ബൈ യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ 1 2 3 ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് L=2 ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ L= നമുക്ക് ലിസ്റ്റിനകത്ത് 1 2 3 ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സ് വെക്കണമെങ്കിൽ SA ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഹെട്രോജീനിയസ് ഡേറ്റാസ് പ്ലേസ് ചെയ്യാം, അതിൽ പ്രശ്നമില്ല. പിന്നെ ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിലുള്ളതാണ്. പിന്നെ എന്താണ്, ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് നമുക്ക് പോസിബിൾ ആണ്. ഓർഡേർഡ് കളക്ഷനാണ്. ദെർഫോർ നമുക്ക് ഈച്ച് ആൻഡ് എവറി ഐറ്റം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ലിസ്റ്റിൻ്റെ മെയിൻ തിങ് എന്താ, ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്. ലിസ്റ്റ് എന്താണ്, മ്യൂട്ടബിൾ ആണ്. ഇതിനകത്തോട് നമുക്ക് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും, അത് മീൻസ് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ലിസ്റ്റ് എലമെൻറ്റ്സ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെന്താണ്, നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ഏതൊക്കെയാണ് മെത്തേഡ്, അപ്പൻഡ് എന്നുള്ളതൊരു മെത്തേഡാണ്, എക്സ്റ്റെൻഡ് എന്നുള്ളതൊരു മെത്തേഡാണ്, ഇൻസേർട്ട്, റിമൂവ്, പോപ്പ്, സോർട്ട്, റിവേഴ്സ്. അതായത് അപ്പൻഡ് ചെയ്യാറ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലിസ്റ്റിലേക്ക് നമുക്ക് ലാസ്റ്റ് പൊസിഷനിലേക്ക് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ഒരൊറ്റ ലിസ്റ്റ് ആക്കാൻ പറ്റും. ഒരു ലിസ്റ്റിനെ നമുക്ക് വലുതാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ലിസ്റ്റിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് നമുക്ക് എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ്, റിമൂവ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പൊസിഷനിലുള്ള എലമെൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാം. പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റിൽ വെച്ചിട്ടുള്ള ലാസ്റ്റ് എലമെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ സോർട്ട് ചെയ്യാൻ മീൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, സോർട്ടഡ് ഓർഡേഴ്സിലാക്കാൻ പറ്റും. റിവേഴ്സ് മീൻസ് എന്നാൽ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ എലമെൻറ്റ്സിന് എന്താണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് തലതിരിച്ച്, അതായത് നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ആക്കാനും പറ്റും. ഇതൊക്കെയാണ് ലിസ്റ്റിനെ പറ്റി പറയുന്നത്. ഇനി ടപ്പിളിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിലോ, ടപ്പിൾ അഗെയിൻ എന്താണ്, ടപ്പിൾ അഗെയിൻ ഒരു ഓർഡേർഡ് കളക്ഷനാണ്. ദെർഫോർ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ബൈ ഇറ്റ്സ് പൊസിഷൻ, നമുക്ക് പൊസിഷൻ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ടപ്പിൾ എങ്ങനെയാണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, വൺസ് ഇതൊരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വൺസ് ഒരു തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി മോഡിഫൈഡ് ഓർ ആഡഡ് ഓർ ഡിലീറ്റഡ്. നമുക്ക് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ ടപ്പിൾസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ബൈ യൂസിങ് പാരന്തസിസ്. പാരന്തസിസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടപ്പിൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുക. ദെൻ എന്താണ്, നമ്മൾ ടപ്പിൾസിനകത്ത് കൊടുത്തിട്ടുള്ള ഡേറ്റ് എപ്പോഴും അങ്ങനെ തന്നെ റിമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ടപ്പിൾസിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. കൗണ്ട്, ഇൻഡെക്സ്, ഇതൊക്കെയാണ് നമ്മുടെ ടപ്പിൾസിനകത്തുള്ള മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറയാം. ഇനി സ്ട്രിങ് എന്താ, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ കളക്ഷനാണ് സ്ട്രിങ്. പിന്നെ നമ്മൾ സ്ട്രിങ്ങിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമുക്ക് ഒന്നില്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ്ങിനെ ഡബിൾ കോഡ്സിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതിനുള്ളൊരു എക്സാമ്പിൾ എഴുതുക. പിന്നെ എന്താണ്, സ്ട്രിങ്ങും എങ്ങനെയുള്ളതാണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. സ്ട്രിങ് ഇങ്ങനെ തന്നെയാണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് വൺസ് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. അതായത് ദ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് കനോട്ട് ബി ഓൾട്ടേർഡ് വൺസ് ദ സ്ട്രിങ് ഈസ് ക്രിയേറ്റഡ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല വൺസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, സ്ട്രിങ്സ് ആർ മെയിൻലി യൂസ്ഡ് ടു ഹാൻഡിൽ മാനിപ്പുലേറ്റ് ടെക്സ്റ്റൽ ഡേറ്റ. ടെക്സ്റ്റൽ ഡേറ്റാസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെയിൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ, ലോവർ, അതായത് ഫുള്ള് ക്യാരക്ടേഴ്സിന് അപ്പറിലേക്ക് ആക്കുക, ഫുൾ ക്യാരക്ടേഴ്സിന് ലോവറിലേക്ക് ആക്കുക, ദെൻ റീപ്ലേസ്, ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാം.
ദെൻ ഫൈൻഡ് ചെയ്യുക, എന്താണ് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിനെ ഫൈൻഡ് ചെയ്യുക, ദെൻ സ്പ്ലിറ്റ് ചെയ്യുക, എന്താണ് ക്യാരക്ടേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, ദെൻ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രിങ്ങിൽ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രിങ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഡിക്ഷണറി. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്ഷണറി ഈസ് അഗൈൻ അനദർ ഒരു ഡേറ്റ സ്ട്രക്ചർ പോലെയാണ്. അതിനകത്ത് കീ വാല്യൂ പെയർ ആയിട്ടാണ് ഡിക്ഷണറീസ് ഇരിക്കുന്നത്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എന്താണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഒരു കീ ഉണ്ടാകും. ഇപ്പോൾ കീ നെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ആണ് അനു, അങ്ങനെയായിരിക്കും ഇതുണ്ടാവുക. ഇത് നമ്മുടെ കീ, ഇത് നമ്മുടെ വാല്യൂ. അങ്ങനെ ഒരു കീ വാല്യൂ പെയർ അറേഞ്ച്മെൻറ്റിലായിരിക്കും ലിസ്റ്റ് ഇരിക്കുന്നത്, സോറി നമ്മുടെ ഡിക്ഷണറി ഇരിക്കുന്നത്. പിന്നെ ഡിക്ഷണറിയുടെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവർ ഈച്ച് കീ ഈസ് യൂണിക്. ഓരോ കീയും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. കീ വാല്യൂ പെയർ കോമ്പിനേഷനാണ്. അതിനകത്ത് ഓരോ കീയും എന്താ? യുണീക്ക് ആയിരിക്കും. പിന്നെ എന്താ? ഡിക്ഷണറീസ് ആർ മ്യൂട്ടബിൾ. മ്യൂട്ടബിൾ മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ന്യൂ കീ വാല്യൂ പെയേഴ്സിനെ ആഡ് ചെയ്യാനും അതേപോലെ എക്സിസ്റ്റിംഗ് വൺസിനെ മോഡിഫൈ ചെയ്യാനും അതുപോലെ ഇത് റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പം എന്താണ്? കീ വാല്യൂ പെയേഴ്സ് കോമ്പിനേഷനിലാണ്, കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. കീ എപ്പോഴും യുണീക്ക് ആയിരിക്കും എന്ന് കരുതി എന്താണ് ഇതൊരു മ്യൂട്ടബിൾ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉള്ള ആളുകളെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡിക്ഷണറീസിൽ പോസിബിൾ ആണ്. പിന്നെ ഡിക്ഷണറി റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഡിക്ഷണറീസ് ആക്സസ്ഡ് യൂസിങ് കീ ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡെക്സ്. നമ്മൾ ഇത്രയും നേരം കണ്ടതിലൊക്കെ എങ്ങനെയാണ്? ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ എലമെൻസിനെ, ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എലമെൻസിനെ എടുക്കുന്നത്. ലിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് എലമെൻസിനെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ടപ്പിളിൻ്റെ കേസിലാണെങ്കിലും ബൈ യൂസിങ് ഇൻഡെക്സ് പൊസിഷൻ വി ക്യാൻ ആക്സസ് ദി എലമെൻറ്റ് അല്ലേ, നമുക്ക് അതിൻ്റെ എലമെൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡിക്ഷണറിയുടെ കേസിൽ നമുക്ക് എലമെൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ബൈ യൂസിങ് ഇറ്റ്സ് ഇൻഡെക്സ് പൊസിഷൻ അല്ല, ബൈ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ എങ്ങനെയാണ് ആക്സസിങ് ബൈ യൂസിങ് ഇറ്റ്സ് കീ. നമ്മൾ കീ വെച്ചിട്ടായിരിക്കും നമ്മൾ എലമെൻസിനെ ആക്സസ് ചെയ്യുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള ഡിക്ഷണറി മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീസ്, വാല്യൂസ്, ഐറ്റംസ്, ഗെറ്റ്, അപ്ഡേറ്റ്, പോപ്പ്, ക്ലിയർ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിക്ഷണറി. ഇതൊക്കെയാണ് ഡിക്ഷണറിയുടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഓക്കെ.